കേരള രാഷ്ട്രീയത്തിലും ദേവസ്വം ബോർഡ് ചരിത്രത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കനത്ത തിരിച്ചടി. കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി. കേസിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എ പത്മകുമാർ. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം പതിച്ച കട്ടിളപ്പാളികൾ മാറ്റി പകരം ചെമ്പ് തകിടുകൾ സ്ഥാപിച്ചതിലെ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ചാണ് കേസ്. ഈ കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ ഉന്നത പദവി വഹിച്ചിരുന്ന പത്മകുമാറിന്റെ പങ്ക് അന്വേഷണ ഏജൻസിയായ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തിയിരുന്നു. SITയുടെ ഈ കണ്ടെത്തലുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഉൾപ്പെടുത്തിയിരുന്നു. ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട പത്മകുമാറിന് വേണ്ടി ഹാജരായ പ്രതിഭാഗം അഭിഭാഷകർ പ്രധാനമായും ഉന്നയിച്ച വാദം ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നതായിരുന്നു. അതായത് തീരുമാനങ്ങൾ കൂട്ടായി എടുത്തതിനാൽ ഒരാളെ മാത്രം പ്രതിയാക്കി ജാമ്യം നിഷേധിക്കുന്നത് നീതിയല്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കേവലം ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടായേക്കാമെന്നും സൂചന നൽകി. എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെ ശക്തമായി എതിർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന് നിർണായക പങ്കുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ബോർഡിന്റെ തലപ്പത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ക്ഷേത്രസ്വത്തിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹം അലംഭാവം കാണിച്ചു എന്ന് മാത്രമല്ല അഴിമതിക്ക് വഴിയൊരുക്കിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യം അനുവദിച്ചാൽ കേസിന്റെ സുപ്രധാന തെളിവുകൾ നശിപ്പിക്കപ്പെടാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. SITയുടെ കണ്ടെത്തലുകൾ പ്രോസിക്യൂഷന് ശക്തമായ അടിത്തറ നൽകി. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതും സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതും പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് SITയുടെ പ്രധാന കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ സ്വർണം പതിച്ച കട്ടിളപ്പാളികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് രേഖകളിൽ ചെമ്പ് തകിടുകൾ എന്ന് മാറ്റി എഴുതിയതിലൂടെ അഴിമതിക്ക് കളമൊരുക്കിയെന്നാണ് കേസ്. സ്വർണ്ണക്കൊള്ള നടന്നത് പത്മകുമാറിന്റെ പൂർണ്ണ അറിവോടെയാണെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ എല്ലാ ഒത്താശയും നൽകിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. സ്വർണം ചെമ്പ് തകിടുകൾ എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും SIT കണ്ടെത്തി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ കേസിന്റെ ഗൂഢാലോചനയ്ക്ക് ബലം നൽകുന്നു. കൂടാതെ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചനകൾ നടന്നുവെന്ന നിഗമനത്തിലും SIT എത്തിയിരുന്നു. ഇത് കേസിൽ പത്മകുമാറിനുള്ള നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കുന്നതിനുള്ള പ്രധാന തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് എ പത്മകുമാറിന്റെ ഇപ്പോഴത്തെ നീക്കം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ദേവസ്വം ബോർഡ് പോലെ വിശ്വസ്ത കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്ഥാപനത്തിലെ ഉന്നതർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമാണ്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങൾ പത്മകുമാർ ഉടൻ ആരംഭിക്കും. എന്നാൽ അന്വേഷണ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ വാദങ്ങളും ശക്തമായതിനാൽ കേസിൽ ജാമ്യം ലഭിക്കുക എളുപ്പമാവില്ല എന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് നീതിന്യായ വ്യവസ്ഥയുടെ ഗൗരവകരമായ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.